ഹേ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മൾ രാവിലത്തെ 5 മണി ടൈമിലാണ് ഉള്ളത്. എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നാട്ടിലേക്കാണ്. കസിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. രാവിലെ മട്ടന്നൂരിൽ നിന്ന് ബസ് ഉണ്ടായിരുന്നു. ഒരു 5:45 ബസ് ഉണ്ടായിരുന്നത്. തലശ്ശേരിയിൽ ഇറങ്ങി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ലോക്കൽ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. രാവിലത്തെ ട്രെയിൻ ആയതുകൊണ്ട് നല്ല തിരക്ക് കുറവായിരിക്കും. അപ്പോൾ ഒരാൾക്ക് 160 രൂപയാണ് തലശ്ശേരിയിൽ നിന്നും ട്രിവാൻഡ്രത്തേക്കുള്ള ലോക്കൽ ടിക്കറ്റിന് റേറ്റ്. ഞാനും കുട്ടികളും ഉണ്ടായിരുന്നു തലശ്ശേരിയിൽ നിന്ന്. പിന്നെ തിരൂരിൽ നിന്ന് കസിനും കുടുംബവും കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലേക്കാണ് കയറാമെന്ന് വിചാരിച്ചത്. തിരൂരിൽ നിന്ന് കയറുന്നവർ തൊട്ടടുത്തുള്ള സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ നമ്മൾ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് അടുത്തുണ്ടായിരുന്നത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ ഞാൻ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഭാഗത്ത് വന്നിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നല്ല ചായയും ഉപ്മാവൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. നല്ല ഹെവി റെയിനുള്ള ഒരു ദിവസമായിരുന്നു. ഒരു ദിവസം എന്നല്ല, ആ ഒരു ടൈം മഴയാണ്, നല്ല മഴയാണ്. അങ്ങനെ നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട്. പരശുറാമായിരുന്നു ട്രെയിന്. നല്ല തിരക്ക് കുറവായിരുന്നു. കാരണം സ്കൂളില്ല, എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതുവെ ഒരു അവധിയായിരുന്നു. നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് തിരക്കില്ലാതെ വേഗം തന്നെ സീറ്റ് കിട്ടി. പൊതുവെ പരശുറാമിൽ കാലെടുത്ത് കുത്താൻ പറ്റില്ല. രാവിലത്തെ ട്രെയിനിൽ ഭയങ്കര തിരക്കായിരിക്കും. സ്റ്റുഡൻസും ടീച്ചേഴ്സും പിന്നെ ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ടാവും. ആ ഒരു ടൈം സ്കൂളൊക്കെ ലീവായതുകൊണ്ട് തന്നെ തിരക്ക് കുറഞ്ഞു. പിള്ളേർ പിന്നെ വേഗം സൈഡ് സീറ്റിലേക്ക് മാറി. അവിടെ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അവരെ സോപ്പിട്ടിട്ട് രണ്ടും കൂടി സൈഡ് സീറ്റിലേക്ക് മാറി. പോകുന്ന വഴിക്കൊക്കെ മഴയൊക്കെ പെയ്തിട്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു പുഴകളിലൊക്കെ. നല്ലതെന്ന് പറഞ്ഞാൽ നല്ല വെള്ളമായിരുന്നു. അതിന് മുന്നത്തെ 2 ദിവസം ട്രെയിനൊക്കെ ക്യാൻസലായിരുന്നു. അങ്ങനെ അത് അവൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി ഓന് തവളേനൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൻ പിന്നെ കുറേ നേരം തവള കൊണ്ട് കളിക്കുന്നായിരുന്നു. രാവിലത്തെ കുറച്ച് ചടപ്പാണ്, എത്താൻ ഭയങ്കര ദൂരമായതുകൊണ്ട്. പക്ഷെ പോവാതിരിക്കാൻ നിവർത്തിയില്ല. രാത്രിക്കുള്ള ട്രെയിനൊക്കെ ഇവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ രാവിലത്തെ ട്രെയിന് കയറിയത്. അങ്ങനത്തെ കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ തൊട്ടടുത്തുള്ള കമ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് അകത്തുകൂടി തന്നെ നടന്ന് വരാം. ഇത് ഭാരതപ്പുഴയാണ്. അങ്ങറ്റത്ത് കാണുന്നത് അതിൻ്റെ പാലാണ് കേട്ടോ. ആ ഒരു 2 ദിവസം മുന്നേ ഭാരതപ്പുഴ കവിഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നു. റെയിൽ പാളമൊക്കെ ഫുള്ള് വെള്ളത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് എത്തിയാൽ മതി എന്നായിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും പിള്ളേർ ഉറങ്ങി, ഞാനും കുറച്ച് ഉറങ്ങി. പക്ഷെ എത്തുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എറണാകുളം ടൗൺ എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നല്ല മഴ പെയ്ത് ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എറണാകുളം നോക്കുമ്പോൾ കണ്ട റെയിൽവേ പാളത്തിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും മഴ അങ്ങ് കുറഞ്ഞ്. എറണാകുളം മെട്രോ പിള്ളേരെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുട്ടികൾ അതിനകത്തിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഉമ്മ അത് ആകാശത്ത് കൂടി ട്രെയിനിൽ പോകുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഉമ്മച്ചി ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ട്രെയിനാണത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്ത്. അപ്പോൾ ലാസ്റ്റ് ട്രെയിന് തൃപ്പൂണിത്തുറ വരെയുള്ളു. അപ്പം ഞാൻ അവിടെ കുറേ നേരം നോക്കി ട്രെയിൻ അപ്പുറത്തെ സൈഡിൽ കൂടി വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് എൻഡ് അവിടെ ആയതുകൊണ്ട് പിന്നെ ട്രെയിനിൻ്റെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. ഒരു എറണാകുളം കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും പിന്നെ നല്ല വെയിലായി. ഇത്രയും മഴ ഉണ്ടായിരുന്ന സ്ഥലമാണോ ഇത് എന്ന് തന്നെ അതിശയപ്പെട്ടോ. ഇത് കുറേ എന്ന് വെച്ചാൽ ഒരു 2 മാസത്തോളമായി ഞാൻ ശരിക്കും ഒരു വെയിൽ കണ്ടിട്ട്. എപ്പോഴെങ്കിലും ഒരു 2 ആഴ്ച കൂടുമ്പോഴോ ഒരു 10 ദിവസം കൂടുമ്പോഴോ ഒരു വെയിൽ വന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സ്ഥലം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നല്ല, പിന്നെ തിരുവനന്തപുരം എത്തുന്നവരെ വെയിൽ തന്നെയായിരുന്നു. നാട്ടിലും മഴ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അവിടെയൊക്കെ നല്ല വെയിലായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ ട്രിവാൻഡ്രം എത്താറായിട്ടുണ്ട്. നമ്മൾ ബാഗെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേഗം ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ കയറിയതാണ്. ട്രെയിനിൽ നിന്ന് ഫുഡ് ഐറ്റംസ് ആയിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർ ചെറിയ വടയും അങ്ങനത്തെയൊക്കെ വാങ്ങി കഴിച്ചതല്ലാതെ വേറൊന്നും വാങ്ങി കഴിച്ചില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്
നേരെ മുന്നിലാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. എന്നിട്ട് നേരെ അവിടെ തന്നെ വന്ന് ബസ്സിന് വേണ്ടി കാത്തുനിന്ന് നമ്മൾ വീട് വരെ പോകുന്ന ബസ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ തൊട്ടടുത്ത് വരെ പോകുന്ന ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബസ്സിൽ കയറി. പിന്നെ അവർ നമ്മളെ വിളിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് ബസ്സിൽ സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാ ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്കുള്ള യാത്രയാണ്. ഇത് തിരുവനന്തപുരം പാളയത്തുള്ള ക്രിസ്ത്യൻ പള്ളിയാണ്. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ പാളയം ജുമാ മസ്ജിദും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നാട്ടിലേക്ക് പോയ വീഡിയോ. ബാക്കിയുള്ള വീഡിയോ ഒക്കെ പിറകെ വരുന്നതായിരിക്കും. കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. വേറെ ഉണ്ട് ഫോൺ അടവുമായി നോക്കാൻ നോക്കുന്നു. നാത്തൂന്റെ അല്ലടാ, മുറച്ചർക്കന്റെ. ഇത് കോളിഫ്ലവർ അല്ല, ക്യാബേജ് അല്ല. എന്തരത്? ഇത് വായിന്റെ തുമ്പിലിരിക്കുന്ന വരുന്നില്ല. അത് കുക്കുംബർ അല്ല. അതല്ലടാ ഇത് അതായത് ഒറിജിനൽ സാലഡ് ഉണ്ടാക്കുന്ന സാധനം ഇത്. അതുകൊണ്ട് കെയർ ഗ്യാസ്.